ശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമഃ. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് വാൽമീകി രാമായണം സുന്ദരകാന്ഡം 49-ാമത്തെ സർഗം. രാവണ പ്രഭാവ ദർശനം. രാവണന്റെ യോഗ്യതയെ കാണുന്നത്. തതസ്സ കർമ്മണ തസ്യ വിസ്മിതോ ഭീമവിക്രമ ഹനുമാനോഷതാം രാക്ഷോ യശോദിപമഹൈക്ഷത. ഭീമവിക്രമനായ ഹനുമാൻ ഇന്ദ്രിയത്തിൻ്റെ പ്രവൃത്തിയാൽ വിസ്മിതനായി, അതായത് യുദ്ധത്തിന് വരാതെ രാവണന്റെ മുന്നിൽ തന്നെ കൊണ്ടുവന്ന കർമ്മകുശലത കണ്ട് വിസ്മിതനായി എന്ന് ആശയം. പിന്നീട് കോപത്താൽ കലങ്ങിച്ചു വന്ന കണ്ണുകളാൽ രാക്ഷസ രാജാവിനെ തുറച്ചു നോക്കി. പ്രാജമാനം മഹാർഹേണ കാഞ്ചനേന വിരാജത മുക്താജാലാവൃതേനാഥ മുകുടേന മഹാദ്യുതിം വജ്രസംയോഗ സംയുക്തേർ മഹാർഹമണിവിഗ്രഹേ ഹൈമേരാഭരണേ ചിത്രേർ മനസേവകൽപ്പിതേ മഹാർഹ ക്ഷൗമസംവീതം രക്തചന്ദനരൂഷിതം സുനുലിപ്തം വിചിത്രാഭിർ വിവിധാഭിശ്ച ഭക്തിഭി വിവൃതേർ ദർശനീയൈശ്ച രക്താക്ഷേർഭീമദർശനേഹി ദീപ്തതീഷ്ണമഹാദം ശ്രീ പ്രലംബ ദശനച്ഛദേഹി ശിരോഭിർദശഭിർവീരം രാജമാനം മഹൗജസം നാനാവ്യാളസമാകീർണേ ശിഖരേരിവമന്ദരം നീലാഞ്ജന ചയപ്രഖ്യം ഹാരേണോ രസിരാജത പൂർണ്ണചന്ദ്രാഭവക്ത്രേണ സബലാഗമിവാംബുദം ബഹുഭിർബദ്ധഗേയൂരേർ ചന്ദനോത്തമരൂഷിതേ വ്രാജമാനാംഗദേ പീനേ പഞ്ചശീഷേരിവോരഗേഹി മഹദീ സ്ഫാടികേ ചിത്രേ രത്നസംയോഗ സംസ്കൃതേ ഉത്തമാസ്തരണാസ്തീർണേ സുഭവിഷ്ടം ഭരാസനെ അലങ്കൃതാവിരത്യർത്ഥം പ്രമദാദിവിസമന്ദത വാലവ്യജനഹസ്താഭി ആരാംനം ആരാസമുപസേവിതം ദുർധരേണ പ്രഹസ്തേന മഹാപാർശ്വേന രക്ഷസ മന്ത്രിഭിർമന്ത്രതത്വജ്ഞൈർ നികുംഭേന ജമന്ത്രിണ സുഗോപവിഷ്ടം രക്ഷോഭി ചതുർഭിർബലദർപ്പിതേ കൃഷ്ണം പരിവൃതം ലോകം ചതുർഭീതിവസാഗരേ സജീവേർ മന്ത്രതത്വജ്ഞൈർ ജനനൈശ്ച ശുഭബുദ്ധിഭിഃ അന്യാസ്യമാനം രക്ഷോഭി സുരേരിവ സുരേശ്വരം അപശ്യത് രാക്ഷസപതിം ഹനുമാനതിതേജസം വിഷ്ടിതം മേരുശിഖരേ സ്തോയമിവ തോയതം. ഹനുമാൻ സർവാലങ്കാരഭൂഷിതനും മന്ത്രിമണ്ഡല സേവിതനുമായ രാക്ഷസാധിപനെ ദർശിച്ചു. ആ വിവരങ്ങളാണ് താഴെ പറയുന്നതാണ്. ഒന്നിച്ചിട്ട് ചൊല്ലാൻ കാരണം രാവണന്റെ ഒരു വിവരണമാണ്. രാക്ഷസാധിപന്റെ വേഷഭൂഷ വിധാനങ്ങളെയും പ്രൗഢിയെയുമാണ് ഈ പദ്യങ്ങളിൽ പ്രതിപാദിക്കുന്നത്. അനർഘങ്ങളായ മുത്തുകൾ അലങ്കരിച്ച പൊൻകിരീടം അണിഞ്ഞ വജ്രവും വിശിഷ്ട രത്നങ്ങളും പതിച്ചവയും സങ്കല്പാനുസാരം നിർമ്മിച്ചവയുമായ സ്വർണ്ണാഭരണങ്ങളാൽ വിളങ്ങുന്ന വിലപ്പെട്ട പട്ടുവസ്ത്രം ധരിച്ച, രക്തചന്ദനം പൂശി പത്തിക്കീറ്റുകൾ എഴുതിയ, വിശാലവും രക്താഭവുമായ നേത്രങ്ങളോടുകൂടിയ, തിളങ്ങുന്ന കൂർത്ത ദംഷ്ടങ്ങളോടുകൂടിയ, ദുഷ്ടമൃഗസങ്കീർണമായ മന്ദരപർവ്വത ശിഖരങ്ങൾ പോലുള്ള 10 തലകളോടും തൂങ്ങിക്കിടക്കുന്ന ചുണ്ടുകളോടും കൂടിയ, അഞ്ജന പർവ്വതം പോലുള്ള ദേഹത്തോടു കൂടിയ, വെള്ളിൽ പക്ഷിയോടുകൂടിയ, കാർമേഘം പോലെ പൂർണ്ണചന്ദ്ര സമാനമായ പതക്കം പതിച്ച മുത്തുമാലകളും തോൾവളകളും കങ്കണങ്ങളും അണിഞ്ഞ, ചന്ദനം ചാർത്തിയവയും തടിച്ചവയും 5 തല നാഗങ്ങൾ പോലെയുള്ളവയോ കൈകളാൽ വിളങ്ങുന്ന നവരത്നഖചിതവും മനോഹരവും വിചിത്ര കമ്പളങ്ങൾ വിരിച്ചതുമായ വിശിഷ്ട സിംഹാസനത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന അലങ്കൃതകളും ചാമര പാണികളുമായ യുവതികളാൽ ഉപചരിക്കപ്പെടുന്ന സമുദ്ര പരിവൃതമായ സമസ്ത ലോകങ്ങളും പോലെ മന്ത്രാലോചനാ വിദഗ്ധരായ ദുർധരൻ
പ്രഹസ്തൻ, മഹാപാർശ്വൻ, നികുംബൻ എന്ന 4 മന്ത്രിമാരാൽ സേവിതനായ, ദേവന്മാരാൽ ഇന്ദ്രനെപ്പോലെ തന്ത്രോപദേശ ചതുരന്മാരും ശുഭബുദ്ധികളുമായ മറ്റു രാക്ഷസ സജീവന്മാരാൽ പരിസേവിതനായ മേരുപർവ്വത ശിഖരത്തിലേക്ക് ഇറങ്ങിയ കാർമേഘം പോലെ രാജതേജസ്സോടുകൂടിയ രാക്ഷസ ചക്രവർത്തിയെ ഹനുമാൻ നേരിൽ കണ്ടു. സദേശം വീര്യമാനോ ബീരക്ഷോ ബീർഭീമവിക്രമേ വിസ്മയം പരമം ഗത്വാ രക്ഷാധിപമവൈഷത. ഭയങ്കരന്മാരായ രാക്ഷസന്മാരുടെ കഠിന പീഡനമേറ്റിട്ടും ഹനുമാൻ ആശ്ചര്യാധീനനായി രാക്ഷസാധിപനെ നോക്കിക്കൊണ്ടിരുന്നു. പ്രാചമാനം തതോ ദൃഷ്ട്വാ ഹനുമാൻ രാക്ഷസേശ്വരം മനസാ ചിന്തയാമാസ തേജസ തസ്യ മോഹിത. കാന്തി ചെന്തുന്ന രാക്ഷസാധിപനെ നോക്കി ആ പ്രഭാവത്താൽ വിസ്മിതനായ ഹനുമാന്റെ മനസ്സിൽ ഇങ്ങനെ ചിന്തയുദിച്ചു. അഹോ രൂപമഹോ ധൈര്യം അഹോ സത്വമഹോ ദുതി അഹോ രാക്ഷസരാജസ്യ സർവലക്ഷണയുക്തത. യദ്യധർമ്മോ ന ബലവാൻ സ്യാദയം രാക്ഷസേശ്വര സ്യാദയം സുരലോകസ്യ സശക്രസ്യാഭിരക്ഷിത. അസ്യ ക്രൂരേ നൃശംസൈശ്ച കർമ്മഭിർലോക കുൽസിദേഹി സർവേ ബിഭ്രതി കല്യസ്താദ് ലോകാ സമാരദാനവ. അയം യുൽസഹദേ ക്രുദ്ധ കർത്യമേകാർണവം ജഗത് ഇതി ചിന്താം ബഹുവിധാം അകരോ സ്മൃതിമാൻ ഹരിഃ. ദൃഷ്ട്വാ രാക്ഷസരാജസ്യ പ്രഭാവം അമിതൗജസ. ബുദ്ധിമാനായ കവി പരാക്രമശാലിയായ രാക്ഷസരാജാവിൻ്റെ പ്രഭാവം കണ്ട് അതിശയിച്ചു പോയി. ഓ, എന്തൊരു രൂപം, എന്തൊരു ധൈര്യം, എന്തൊരു ബലം, എന്തൊരു കാന്തി! രാക്ഷസരാജാവിൻ്റെ സർവ്വലക്ഷണങ്ങളും ഒത്തുചേർന്ന ഈയൊരു നില ആശ്ചര്യകരം തന്നെ. ഈ രാക്ഷസേശ്വരൻ അധർമ്മിഷ്ഠനായിരുന്നില്ലെങ്കിൽ ഇന്ദ്രനടക്കമുള്ള ദേവലോകത്തിൻ്റെയും രക്ഷിതാവായി തീരുമായിരുന്നു. ഇവൻ്റെ ക്രൂരങ്ങളും ലോകോപദ്രവങ്ങളുമായ കർമ്മങ്ങളാൽ ദേവദാനവ ലോകങ്ങളാകെ ഇവനെ ഭയപ്പെടുന്നു. ഇവൻ കോപിച്ചാൽ പ്രപഞ്ചത്തെ ആകെ പ്രളയത്തിൽ മുക്കാൻ ശ്രമിക്കും. ഇങ്ങനെ പലതും അദ്ദേഹം ചിന്തിച്ചു. ഇത്യാർഷേ ശ്രീമദ് രാമായണേ വാൽമീകിയെ ആദികാവ്യേ സുന്ദരകാണ്ഡേ ഏകോനപഞ്ചാശ സർഗ 49ാമത്തെ സർഗം ഇവിടെ അവസാനിച്ചു. ഇനി പ്രഹസ്തൻ ഹനുമാനോട് ചോദ്യം ചെയ്യുന്നത് എന്ന ഭാഗം നമുക്ക് നാളെ കേൾക്കാം. എല്ലാവർക്കും നമസ്കാരം. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം തത്സത്.